ലച്ചു എടേ എടാ നില്ലടേ. എന്താ ലച്ചൂന്? എന്താണ് നീ ഇങ്ങനെ? എന്റെ പൊന്നമ്മ ആ മാള് മൊത്തം കിടത്തുന്ന ഇറങ്ങിയില്ലേ? എന്നിട്ടൊരു മിഠായെങ്കിലും മേടിച്ചാ? മനുഷ്യനെ നടന്നു നടന്ന് കാല് വഴുത്തു. എടേ അതിന് ഞാൻ വിചാരിച്ച സാധനം കിട്ടണ്ട ലച്ചു. ഇനി അമ്മായിക്ക് മേടിക്കാനുള്ള സാധനങ്ങളൊക്കെ ഓൺലൈൻ വഴി മേടിച്ചാൽ മതി. അതാകുമ്പത്തേക്ക് ഈ പരിപാടി പിടിക്കാൻ നിൽക്കണ്ടല്ലോ. വന്നോളൂ ഓരോ വള്ളിയായിട്ട്. എന്തോന്നടേ പിന്നെ അല്ലാണ്ട് മനുഷ്യരുടെ കുഴിപ്പണത്തേക്കുമായിരുന്നു. അവിടെ നിന്ന് വെറുതെ വിളിച്ചു വരുത്തിയിട്ട്. എടാ ഞാൻ ഒറ്റയ്ക്കായോണ്ടല്ലേ ലച്ചു. ഇനി മേലെ മതി വള്ളി കേസ് എന്നെ വിളിച്ചാണ്ടല്ല. അമ്മായി മാളി പോണതേ സാധനം മേടിക്കാനല്ല, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുക, എന്നിട്ട് നാട്ടുകാരെ മൊത്തം വായി നോക്കുക. ആ ഫുഡ് കോർട്ടിന് മുമ്പിൽ കൂടെ നടന്നപ്പോഴെങ്കിലും ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഫുഡ് മേടിച്ചിരുന്നു. മനുഷ്യന്റെ കുടല് കുത്തിയിട്ട് പോയായിരുന്നാ നേരത്തെ, അറിയോ? അടുത്ത തവണ വാങ്ങിച്ചു. സോറി. ചിരിക്കണോ? ചിരിക്കില്ലച്ചു. ആ നടക്ക് വാ. എന്റെ അനിയനല്ലേ ഇരിക്കണേ? അനിയാ കണ്ടിട്ട് മനസ്സിലായില്ലേ? എടാ നിന്റെ ചേച്ചിയാടാ, മൂത്ത സഹോദരി. ഇവനെന്താ ഇങ്ങനെ ഇരിക്കണേ? ആ എനിക്കറിയാൻ പാടില്ല. രാവിലെ പോലെ ഇതേ ഇരിപ്പാണ്. എന്തോ കൂടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ആണോ? എന്നാ ഞാൻ പോയി വെറുപ്പിച്ചിട്ട് വരാം. എന്റെ പൊന്നു ലച്ചു വേണ്ട, അവ അവിടെ അങ്ങനെ ഇരിക്കട്ടെ. പോടാ. ഞാനിതെങ്ങനെ സഹിക്കും? ബന്ധുക്കളോടൊക്കെ ഞാൻ ഇനി എന്തോ സമാധാനം പറയും? அம்மா இப்படி அழுதுட்டு என்ன பிரயோஜனம்? നമുക്ക് അവനെ ഏതാ ഡോക്ടറെ കാണിക്കലാം. നമ്മൾ അവനെ പൊന്നുപോലല്ലേ നോക്കിയത്, എന്നിട്ടും അവൻ നമ്മളോട് ഈ ചതി ചെയ്തല്ലോ. അമ്മ വരുത്തപ്പെടാതീങ്ക അമ്മ, നമുക്ക് ഏതാ സൊല്യൂഷൻ തേടലാം. ആലോചിച്ചിട്ട് എനിക്ക് പേടിയാവുന്ന കനകം. നീ ടിവിയിലും പത്രത്തിലും ഒക്കെ കാണുന്നില്ലയോ? അമ്മയെ തലയ്ക്കടിച്ചു കൊല്ലുന്നു, അച്ഛനെ കുത്തിക്കൊല്ലുന്നു. ஆமா, அம்முவும் அவ கிணற்றுல தள்ளி போடுறாங்க. അയ്യോ, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്, നീ അങ്ങ് മധുരയ്ക്ക് തിരിച്ചു പൊക്കോ. நான் மதுரை போயிட்டு என்ன ஆகாமா? எல்லா இடத்துலயும் இதே பிரச்சனை நடந்துட்டு இருக்கு. എനിക്കതൊന്നും അറിയത്തില്ല. എന്റെ മോൻ കൈവിട്ടു പോയി, എനിക്ക് അതേ അറിയാവൂ. ஐயோ அழாதீங்க அம்மா. അമ്മ എന്ത് പറ്റമ്മ? എന്റെ കേശുമോൻ കൈവിട്ടു പോയി. അതാടാ, അതിവിടെ ആർക്കറിയാൻ പാടില്ലാത്ത, അത് നേരത്തെ കൈവിട്ടു പോയതാ. ஐயோ அப்ப உனக்கு எல்லாமே தெரியுமா? പിന്നെ അല്ലാണ്ട് അവന്റെ പോക്കണ്ട് അറിയാൻ പാടില്ല. അപ്പൊ നിനക്ക് നേരത്തെ ഇതൊക്കെ അറിയാറുന്നില്ലയോ? എന്ത്? കേശു ഇവിടെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ അതിവിടെ ഞാൻ മാത്രമാണ് കാണുന്നുള്ളൂ, ബാക്കിയുള്ളവരൊന്നും കാണുന്നില്ലേ? മിണ്ടാതിരി. അമ്മ എന്താണ് കാര്യം? പ്രശ്നം എന്താണെന്ന് പറ. கேசு ட்ரக்ஸ் யூஸ் பண்றது தெரியுமா? ഡ്രഗ്സാ? ஆமா. എന്നാ നിങ്ങളോട് ആര് പറഞ്ഞു? അമ്മ பார்த்தாங்க. അമ്മ എന്ത് കണ്ട്? എടീ, ഈ ന്യൂസിലൊക്കെ പറയുന്ന വെള്ളപ്പൊടി ഇല്ലയോ, അത് അവന്റെ കയ്യിലുണ്ട്. അവൻ ഉപയോഗിക്കുന്നുണ്ടത്. വെള്ളപ്പൊടിയാ? ஆமா, MDPP. ഛേ, അവ അതൊന്നും ഉപയോഗിക്കൂല. അവൻ ചെറിയ കൊച്ചല്ലേ. ഇതാ എല്ലാ വീട്ടിലെയും പ്രശ്നം. കൊച്ചാന്നും പറഞ്ഞോണ്ട് ശ്രദ്ധിക്കുകയല്ല. ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്റെ കുഞ്ഞ് അങ്ങനെ വഴി തെറ്റത്തില്ലായിരുന്നു. അമ്മൊന്നും മിണ്ടായിരുന്നേ അമ്മൂമ്മ. വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്ന് പറയല്ലേ. ஐயோ சும்மா சொன்னதில்ல லட்சு, அவன் இப்படி எல்லாம் பண்றது நாங்க பார்த்தோம். கௌரி, காலையில நீ மால்ல கூப்பிட்டப்போ அவன் ஒண்ணுமே பேசாம ஒரு மாதிரியா இருந்தான்ல. ശരിയാണ്, ഞാൻ അപ്പോഴേ ചേച്ചിയെടുത്ത് പറഞ്ഞല്ലേ എന്തോ പ്രശ്നം ഉണ്ടെന്ന്. அது இதனால தான். ഇപ്പൊ നമ്മള് വന്നപ്പോഴും അവന്റെ ഇരിപ്പിനും നോട്ടത്തിനും ഭാവത്തിനൊക്കെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ലച്ചു, നമ്മൾക്ക് ഏതാ ഡോക്ടറെ കാണിക്കലാമാ? കാര്യം അറിയാതെ എങ്ങനെയാണ് ഡോക്ടറെയൊക്കെ കാണിക്കുന്നത്? ഇനി ഇതിൽ കൂടുതൽ എന്തോ കാര്യം അറിയാനാ? അവന്റെ മട്ടും പാവം ഒക്കെ കണ്ടാൽ അറിയത്തില്ലയോ? മയക്കുമരുന്നിന് അടിമയാ. അമ്മമ്മേ, ഞാൻ പറഞ്ഞു മിണ്ടായിരിക്കേ.
ആദ്യം ഞാൻ ഒന്ന് പോയി നോക്കട്ടെ എന്താ സംഭവം എന്നിട്ട് ആശുപത്രിയിൽ പോണ കാര്യമൊക്കെ തീരുമാനിക്കാം. വാ. அம்மா அழாதீங்க அம்மா. ഇത് മാറ്. ஷோ